ഈ ധമ്മപദ യാത്രയ്ക്ക് നടക്കുന്നവരോടായി അദ്ദേഹം കുറേ എങ്ങനെയാണ് നിങ്ങൾ ധമ്മപദ യാത്ര നടത്തേണ്ടത്, ആ യാത്ര നിങ്ങൾ വെളിയിലേക്കല്ല നിങ്ങളുടെ ഉള്ളിലേക്കാണ് ആ യാത്ര നടത്തേണ്ടത് എന്ന് പറഞ്ഞു. ഞാൻ ഈ യാത്രയോടൊപ്പം നടന്ന ഒരു വ്യക്തിയല്ല, എങ്കിലും ആ യാത്രയെ കണ്ട് അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കഴിഞ്ഞ 5 വർഷത്തെ നടത്തിയേക്കും അപ്പുറത്ത് ഈ യാത്ര അവരുടെ ഉള്ളിലേക്കുള്ള യാത്രയായിരുന്നു. അതിൻ്റെ അനുഭവമാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിലേക്ക് നടക്കുമ്പോൾ ധമ്മം പ്രചരിപ്പിക്കുക എന്നത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിക്കാണുമ്പോൾ, ഉള്ളിലേക്ക് നടക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളിലേക്ക് വരും. ആ ധമ്മം മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടും. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടാനായി വെളിയിലേക്ക് സഞ്ചരിക്കേണ്ട. അത് ഈ യാത്രയിൽ എനിക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ അനുഭവിക്കുവാനും കാണുവാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. 12 സ്ഥലത്ത് നിന്നും ഒരു കുട്ടി ഈ ധമ്മയാത്ര കണ്ട് ഇതിനോടൊപ്പം കൂടി ഈ പ്രദേശത്ത് ഈ ബുദ്ധൻ്റെ ഈ മണ്ഡപത്തിൽ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളോടൊപ്പം കൂടും. അതുപോലെ തന്നെ നമ്മുടെ ആനന്ദ ബുദ്ധകാലത്തിലെ ഒരു കൊച്ചുകുട്ടി, 6ാം ക്ലാസ്സുകാരനായ കുട്ടി, അദ്ദേഹം അവിടെ നിന്ന് രാവിലെ 5 മണിക്ക് ഏതാണ്ട് 4 മണിക്ക് മുമ്പേ എണീറ്റ് ആകാശം എന്ന് പറയുന്ന ആ കൊച്ചുകുട്ടി എണീറ്റ് 5 മണി മുതൽ നടക്കാൻ തുടങ്ങി ഇന്ന് ഇവിടെ വന്ന് നിൽക്കുകയാണ്. നേരെ ധമ്മം അവരുടെയൊക്കെ ഉള്ളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്, സത്യമാണ്. ധമ്മം എന്നത് സത്യമാണ്. ആ സത്യം നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനും കഴിയുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടറിയാൻ കഴിയും. ആ ധമ്മയാത്രയിൽ ആ തെരുവോരങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള യാത്രകളിലെല്ലാം തന്നെ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും ധമ്മം സത്യമാണ്, ആ സത്യം എല്ലാവരിലേക്കും എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ധമ്മോദ്ധായ